ഈതൽ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇറച്ചിക്കറിയേക്കാൾ നല്ല ടേസ്റ്റ് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുവാനായിട്ട് പോകുന്നത്. അതിനായി ചെറിയുള്ളി അരിഞ്ഞെടുത്തത്, ചേന, തക്കാളി, ഒരു മുട്ട. ഇനി ഇതെങ്ങനെ തയ്യാറാക്കാം എന്നുകൂടി നോക്കാം. ഒരു കുക്കർ എടുത്തതിന് ശേഷം കുക്കറിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചേന ഇട്ട് കൊടുക്കാം. ചേനയിലേക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഉപ്പ് അല്പം, മഞ്ഞൾപ്പൊടി ഒരല്പം. ഇതിനെ മൂടി വെച്ച് നന്നായി ഒന്ന് വേവിച്ചെടുക്കണം. അടുപ്പത്തൊരു പാൻ വെച്ച് കൊടുത്ത് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. തക്കാളി വഴന്ന് വന്നിട്ടുണ്ട്. തക്കാളി വഴന്നതിന് ശേഷം ഇതിലേക്ക് ഒരല്പം പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. തക്കാളി വഴറ്റിയെടുത്ത അതേ പാനിൽ തന്നെ അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് വാട്ടിയെടുക്കാം. ഉള്ളി ചെറുതായി വാടി വരുന്ന സമയം ഒരു 3 പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഉള്ളി ചെറുതായി വാടി വന്നിട്ടുണ്ട്. ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. വഴറ്റിയെടുത്ത തക്കാളിയുടെ കൂട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് അടിച്ചെടുക്കാം. മുട്ടയിലേക്ക് ഒരല്പം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മൾ വാട്ടി മാറ്റി വെച്ചിരുന്ന ചെറിയുള്ളി ഒരു സൈഡിലേക്ക് ഒതുക്കി കൊടുക്കാം. എണ്ണ ഒഴിക്കാം. എണ്ണയിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ചതച്ചത്, ഇഞ്ചി ചതച്ചത്, ഒരു പിഞ്ച് പെരുംജീരകം, ഗ്രാമ്പൂ, പട്ട, മല്ലിപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാല, മഞ്ഞൾപ്പൊടി, ഇതിലേക്ക് അടിച്ചെടുത്ത് വെച്ചിരിക്കുന്ന മുട്ട ഇട്ട് കൊടുക്കാം.
ശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന ചേന കൂടി ചേർത്ത് കൊടുക്കുക. നന്നായി തിളച്ചതിന് ശേഷം ഇതിലേക്ക് ഒരല്പം ഉപ്പിട്ട് കൊടുക്കാം. അരച്ചെടുത്തുകൊണ്ട് വന്ന തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. കറിവേപ്പില നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. കറി ഒരല്പം കുറുകിപ്പോയതുകൊണ്ട് ഒരല്പം ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എണ്ണ തെളിഞ്ഞതിന് ശേഷം അടുപ്പിൽ നിന്ന് വാങ്ങാവുന്നതാണ്. നല്ല ടേസ്റ്റിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ചോറിന് ഒഴിച്ചു കൂട്ടാൻ പറ്റിയ നല്ലൊരു കറിയാണ് മുട്ട ചേന കോമ്പിനേഷനിൽ നമ്മൾ തയ്യാറാക്കിയെടുത്തത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്